കൺമുമ്പിൽ വെച്ച് 2 ആക്സിഡൻ്റ് ആണ് ഇന്ന് കണ്ടത്. രണ്ടൊന്നും അല്ല, അതിൻ്റെ അപ്പുറം അവിടെ നടക്കുന്നുണ്ട്. എല്ലായിടത്തിലും റോഡ് പണിയായതുകൊണ്ട് വൻ സീനാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് കോഴിക്കോട് നമ്മളെ തടമ്പാട്ട് താഴെ ഉണ്ടല്ലോ, തടമ്പാട്ട് താഴെ എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു ഓവർ ബ്രിഡ്ജും പിന്നെ ഇതാ 2 റോഡുമായിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ നമ്മളെ എന്താ പറയുക കണ്ണാടിക്കൽ ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ അടിച്ചങ്ങ് പോകും. അതിൻ്റെ പ്രശ്നം ഓല് ചോദിക്കാൻ ഞാളെ നേരെയല്ല വന്നത്, പക്ഷേ അവിടെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ആദ്യം നമ്മൾ അടിച്ചങ്ങ് പോകും പോലെ ഇനി പോകാൻ പറ്റൂല. അങ്ങനെ പോയതിൻ്റെ പേരിലാണ് ഇന്നലെ ഒരു ആക്സിഡൻറ്റ് നടന്നത്. ഒരു പ്രായമായ ഒരു അമ്മയും ഒരു അച്ഛനും വേറൊരു പിന്നെ നായ്ക്കുറുക്കം പോലത്തുള്ള വണ്ടി ഇടിച്ച് ആടെ വീണ്. അത് കഴിഞ്ഞ് ഇതാകുമ്പോൾ ഒരു ബൈക്കാരപ്പുറന്ന് പിന്നെ ഇടിച്ച്. എൻ്റെ കാര്യം കുറച്ച് ഡേഞ്ചറാട്ടോ. ആടെ എന്തെങ്കിലും ഒരു ഹമ്പോ കാര്യങ്ങളോ വെച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ആടെ എത്തുമ്പോൾ നമ്മൾ ആദ്യം അവിടെ നിർത്തുക. ഇങ്ങനെ ഒരു പിന്നെ സർവീസ് റോഡ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടല്ലോ. അപ്പോൾ സർവീസ് റോഡിലുള്ള ഒരു വേഗം അടിച്ചങ്ങ് പോകും. ഓലും നേരെയാ പോകുന്നത്, ഇപ്പുറത്ത് വരുന്നവരും നേരെയാ പോകുന്നത്. പക്ഷേ അതൊരു ജംഗ്ഷനായിപ്പോൾ എന്നുള്ള ബോധം എല്ലാവർക്കും വേണം കേട്ടോ. ഭയങ്കര സീനാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ആക്സിഡൻ്റ് ആയാലേ ഒരു രക്ഷയുണ്ടാകുകയല്ല. അവിടെ എന്തെങ്കിലും ഒരു കാര്യം അധികാരികൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്ത വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. എന്തായാലും ശ്രദ്ധിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമ്മളെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ ഷെയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടല്ലേ. എല്ലാവരും ചരയിക്കും. ആർക്കെങ്കിലും അവിടെ എന്തെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്ന് പറയും. വിറച്ച് വയ്ക്കുന്നല്ല അപ്പോൾ അവിടെ ഈ അമ്മ നിലത്ത് വീണിട്ട് അത് ബോധമില്ലാണ്ടല്ല ആകുന്നാണ്ട്. അപ്പോൾ നമ്മളെ കൺമുമ്പിൽ നിന്ന് കാണുമ്പോഴുള്ളൊരു ബേജാറുണ്ടല്ലോ, അതുകൊണ്ടാണ് എല്ലാവരും ചരയിച്ചോ.